അവസാന സമയത്തേക്ക് കടക്കുമ്പോൾ ഏകദേശം അവസാന സമയത്തേക്ക് വരുമ്പോൾ കോഴിക്കോട് മൊത്തം ക്രൗഡാണ്. ബീച്ചിലൊക്കെ ഭയങ്കര സൗണ്ടാണ്. ഞാൻ പറയുന്നതൊക്കെ അത്രയും സ്ട്രെയിൻ എടുത്ത് പറയണം എന്നുള്ളതാണ്. കാരണം ക്രൗഡ് അങ്ങനെയാണ്. നമുക്ക് ആ രീതിയിൽ ഇവിടുത്തെ ആവേശം കാണാം. എനിക്കിപ്പോൾ ഈ നമ്മുടെ ഇങ്ങനെ ഇതിൽ വന്ന സമയത്ത് മാതൃഭൂമി.comലെ 1-2 ആളുകളെയൊക്കെ ഞാൻ കണ്ടു. നിങ്ങളിങ്ങനെ ബീച്ചിലേക്ക് ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ പുതുവത്സരത്തെ വരവേൽക്കണമല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു ഉത്സവം വൈബാണ് ഇവിടെ കാണുന്നത്. ഒത്തിരി അധികം ആളുകൾ, കൂടുതലും ഫാമിലീസ് ആണ്. ലൈറ്റ് ആണെങ്കിലും ഒച്ചയാണെങ്കിലും ഒരു തിരക്കാണെങ്കിലും മൊത്തത്തിലൊരു ഭയങ്കര, നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി 2026 വരവേൽക്കാൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ആദ്യമായിട്ടാണോ കോഴിക്കോട് വന്നിട്ട് ഇങ്ങനെ ഒരു ന്യൂ ഇയർ ആഘോഷിക്കുന്നത്? കോഴിക്കോട് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇത്ര തിരക്കിന്റെ ഇടയിൽ വരുന്നത്. കൊയിലാണ്ടിക്കാരനല്ലേ? നമുക്കത് സീനല്ല. എല്ലാ വർഷവും ഇവിടെ വരുന്നതാണ്. എന്നാലും വൈബായിട്ട് കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതാണ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ തന്നെയാണ് കണ്ടത്. ഈ അർത്ഥത്തിൽ കോഴിക്കോട് ബീച്ചിലേക്ക് വരുമ്പോൾ ആ വൈബ് നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യാറുണ്ട്. അതിന്റെ ക്രൗഡാണ് നമ്മളിവിടെ കാണുന്നത്. നേരത്തെ ഈ 5 മണിക്കൊക്കെ ഇവിടെ വന്ന സമയത്ത് ഇത്രത്തോളം ആളുകളില്ല. പക്ഷെ ഇങ്ങനെ ആളുകൾ പല ഭാഗത്ത് നിന്ന് ഞാൻ ട്രെയിൻ എടുത്താണ് സംസാരിക്കുന്നതൊക്കെ ഇംതിയാസ് അവിടുന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ PP ഒക്കെ ചെവി കൂടെയൊക്കെയാണ് വിളിക്കുന്നത്. നമുക്ക് ഇംതിയാസിന് ക്ലാസ്സിനെ പറ്റി ഒന്ന് ചോദിച്ചാലോ? ഇംതിയാസ് പറയണമെന്നുണ്ടാവും. ഇംതിയാസ് എന്തുകൊണ്ട് രാഹുലൊക്കെ ഇംതിയാസ് ക്ലാസ് വെക്കുന്നുണ്ട്, രാഹുലും നിതിനൊക്കെ ഇത്തവണ ക്ലാസ് വെച്ച് വന്നു. ഇംതിയാസിന്റെ ക്ലാസ് എവിടെ? ഷിജിൻ നരിപ്പറ്റ് പറഞ്ഞു ഓഫീസിൽ വെച്ച് മറന്നു എന്ന്. എന്താ സംഭവിച്ചേ? അക്ഷയ, അല്ല ആ പ്രശ്നം ഞാൻ പരിഹരിക്കുകയാണ്. നേരത്തെ ഈ ആളുകളുടെ ആവേശം കൊണ്ട് ഞാൻ പറയുന്നത് അക്ഷയ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അത്രയും ആളുകൾ തിരക്കിൽ വന്നുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു, ആവേശം കാണിക്കുന്നു. എന്താ പറയുന്നത്? ഹാപ്പി ന്യൂ ഇയർ. തിരൂരൊന്നും ആഘോഷമില്ല. കോഴിക്കോട് ഞാൻ കൊണ്ടോട്ടിന്നാ വരുന്നത്. ഇവിടെ അടുത്ത് തന്നെ. കോഴിക്കോട് ഭയങ്കര എക്സ്ട്രാ വൈബാണ്. കാരണം തന്നെ മലപ്പുറത്തിന് കോഴിക്കോട് തന്നെ പ്രത്യേക ഒരു എനർജിയാണ്. ബീച്ചിൽ ഇത്രയും അന്തരീക്ഷമായി ഉണ്ട്. പ്രത്യേകിച്ച് ഭയങ്കര എനർജിയാണ്. വൈബ് തന്നെ ഇതിലും വലിയ വൈബ് വേറില്ല. അല്ല, ഞാൻ കൊണ്ടോട്ടിന്നാണ്. കാസർഗോഡൊക്കെ ആണ്. ഞാൻ നേരത്തെ ഒരാളെ പരിചയം. കാസർഗോഡ് വൈബ്. കോഴിക്കോടിന്റെ വൈബ് കോഴിക്കോട്. നമ്മുടെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കുറച്ച് കൊമ്പന്മാരെയൊക്കെ വിട്ട് ഞങ്ങൾ കുറച്ച് പ്രേക്ഷകരുടെ ആശംസകളൊന്നും അറിയിക്കട്ടെ. ദർശു അറിയിക്കുന്നു, ഹായ്, 2025 എനിക്ക് മോശമായിരുന്നു. 2026 ഞാൻ നല്ലത് പ്രതീക്ഷിക്കുന്നതാണ്. ദർശന ഗംഭീരമായ 2026. അതെ, മോശം എന്നുള്ള സംഭവമൊന്നുമില്ല ജീവിതത്തിൽ. അത് പലതും ഉണ്ടാവും.